ആലന്തട്ടയിൽ നിർമ്മിച്ച ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ആലന്തട്ടയിൽ നിർമ്മിച്ച ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. RSS ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ആകാമെന്ന് തെളിയിച്ച നേതാവ് അതിന്റെ ഉപകാര സ്മരണയിലാണ് ഇന്ന് മണ്ഡലം ഭരിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങളുടെ പഴയ RSS ബന്ധത്തിന് നില എന്താണ്? BJP-യിൽ നിന്ന് രാജിവെച്ചു എന്ന് കേട്ടു. RSS ആയിക്കൊണ്ട് തന്നെ കോൺഗ്രസ് ആകാം. അതിൻ്റെതായ ഉപകാര സ്മരണ 2 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 17,000 വോട്ട്. 2 വർഷം കഴിയുമ്പോൾ BJP-യുടെ 10,000 വോട്ട് കാണാനില്ല. ആ 10,000-ഓളം വോട്ട് മറിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങൾ LDF-നെ പരാജയപ്പെടുത്തിയേ എന്ന് മെയിനടിക്കാനിടയാകുന്നു. ഇത് 10-30-ലധികം മണ്ഡലങ്ങളിൽ ഈ കൊടുക്കലും വാങ്ങലും നടന്നല്ലോ. RSS സംഘപരിവാറും സഹായിക്കാൻ നൽകിയെടുത്തല്ലോ. 2 വർഷം മുൻപുണ്ടായിരുന്ന BJP-യുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJP-യും കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുണ്ടെന്നും RSS-ന്റെയും BJP-യുടെയും നേതൃത്വത്തിലാണ് കേരളത്തിൽ കോൺഗ്രസ് ഭരണം നിർവഹിക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ BJP-യുടെ ഭരണമാണോ എന്നൊരു ചോദ്യം അങ്ങ് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രധാന വക്താവ് തന്നെ ചോദിച്ചല്ലോ. ജനറൽ സെക്രട്ടറി തന്നെയാണല്ലോ ചോദിച്ചത്, സംഘടനാ ജനറൽ സെക്രട്ടറി. എന്താ അങ്ങനെ ചോദ്യം ചോദിക്കാനിടയായത്? CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കുകയും ഉപഹാര സമർപ്പണം നിർവഹിക്കുകയും ചെയ്തു. CPIM ആലന്തട്ട സെൻട്രൽ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം MP ബാലകൃഷ്ണൻ മാസ്റ്ററും ജനശക്തി സാംസ്കാരിക വേദി ഓഫീസിന്റെ ഉദ്ഘാടനം VPP മുസ്തഫയും നിർവഹിച്ചു. തുടർന്ന് സാബു അബ്രഹാം രക്തസാക്ഷികളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. രജീഷ് വെള്ളാട്ട്, K ബാലകൃഷ്ണൻ, MPV ജാനകി, കൈനി കുഞ്ഞിക്കണ്ണൻ, K സുധാകരൻ, P കമലാക്ഷൻ, M രാജീവൻ, K രാധാകൃഷ്ണൻ, പ്രവിശ പ്രമോദ്, PV വിജയൻ, M സന്തോഷ്, K കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV ലക്ഷ്മണൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ I ജയജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാടൻ കലാമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.